മധ്യകേരളത്തിലേക്ക് പോകാം. ആര്യ വിനോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ആര്യ, അപ്പോൾ നമുക്ക് തലസ്ഥാന നഗരത്തിൽ നടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. പലതരത്തിലുള്ള അജണ്ട സെറ്റിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മധ്യകേരളത്തിലും ഒരുപാട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, വലിയ വാക്പോര് നടക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു മധ്യകേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം? അത് ഉച്ചസ്ഥായിൽ തന്നെയാണോ? തീർച്ചയായിട്ടും ജിൽസി, മധ്യ കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പ് ചൂടും അന്തരീക്ഷത്തിലെ ചൂടും കഠിനമായി തന്നെ തുടരുകയാണ്. ആ ഒരു മത്സരത്തിന്റെ ആവേശം എങ്ങും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മധ്യ കേരളത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഗൃഹപ്രവേശനങ്ങളും അതുപോലെ തന്നെ കൺവെൻഷനും ഒക്കെ ആയിട്ടാണ് ജില്ലകളിലെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നീങ്ങുന്നത് എന്നുള്ളതാണ്. BJPക്ക് വേണ്ടി പത്മജ വേണുഗോപാലും രാജൻ പല്ലൻ കോൺഗ്രസിന് വേണ്ടി മാലങ്കോട് ലീലാകൃഷ്ണൻ CPIക്ക് വേണ്ടി മത്സരിക്കുന്നു തൃശ്ശൂരിൽ. അങ്ങനെ ത്രികോണ മത്സരങ്ങൾ ഒരു രീതി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ OG ജിനീഷിന് വേണ്ടി ഷാഫി പറമ്പിലും നേരത്തെ തന്നെ റോഡ് ഷോ നടത്തിയിരുന്നു. അങ്ങനെ തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിൽ റോഡ് ഷോയും മുഖ്യ നേതാക്കന്മാരൊക്കെ എത്തിക്കൊണ്ട് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നാളെ പ്രധാനമന്ത്രി കൂടെ എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ പറവൂരിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് 2 ദിവസത്തെ പര്യടനത്തിന് ശേഷം മറ്റു ജില്ലകളിലേക്ക് കടന്നിരിക്കുന്നു പര്യടനത്തിനായി എന്നുള്ളതാണ്. ശശി തരൂർ ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. കൊച്ചിയിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലും കൺവെൻഷനിലും ഒക്കെ ആയിട്ട് ശശി തരൂർ പങ്കെടുക്കുന്നു. കോട്ടയത്ത് എത്തുമ്പോൾ ജോസ് കെ മാണി, VN വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോർജ് കുര്യൻ തുടങ്ങിയവരുടെ വാഹന പര്യടനം ഇന്ന് തുടരും. മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പ്രധാനമന്ത്രിയും പാലയിലേക്ക് അടുത്ത ആഴ്ച എത്തും എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോട്ടയത്തേക്ക് എത്തുന്നുണ്ട്. ഇടുക്കിയിൽ ദേവകുളം മണ്ഡലത്തിലെ ഊരുകൾ കേന്ദ്രീകരിച്ചാണ് 3 സ്ഥാനാർത്ഥികളുടെയും ഈ ഒരു പര്യടനം നടക്കുന്നത് എന്നുള്ളതാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇന്ന് MV ഗോവിന്ദൻ കായംകുളത്ത് വൈകിട്ട് 5 മണിക്ക് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൃന്ദ കാരട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തുന്നുണ്ട്. അങ്ങനെ ജില്ലകളിലെല്ലാം തന്നെ മധ്യകേരളത്തിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളും വാഹന പര്യടനവും ഒക്കെ ആയിട്ടാണ് മുന്നേറുന്നത്. പ്രചരണ ചൂടിനും അതിന്റെ ആവേശത്തിനും ഒട്ടും കുറവില്ല എന്നുള്ളതാണ്.